കാൽവിൻ പെർഫ്യൂംസിൻ്റെ 21ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വർഷം 2025 പറന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൻ്റെ എല്ലാ പരാജയങ്ങളും സങ്കടങ്ങളും എല്ലാം മാറിയിട്ട് ഈ വർഷം ഒരു നല്ല വിജയത്തിൻ്റെ തുടക്കവും എല്ലാവർക്കും സന്തോഷവും നന്മയും എല്ലാം ആശംസിക്കുന്നു. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ. നമ്മുടെ ഈ എപ്പിസോഡ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഈ എപ്പിസോഡ് നമ്മൾ പറയുന്നത്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 5 പാർട്ടി വെയർ പെർഫ്യൂംസ് ആണുങ്ങളുടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത എപ്പിസോഡിൽ ലേഡീസിൻ്റെ പാർട്ടി വെയർ പെർഫ്യൂംസ് ആണ് ഡിസ്കസ് ചെയ്യണമെന്ന്. ഇന്ന് നമ്മൾ 5 ലേഡീസ് പാർട്ടി വെയർ പെർഫ്യൂംസ്. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് സൂചിപ്പിക്കുന്നു, ഞാൻ ഈ പാർട്ടി വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു യുണീക്കായിട്ടുള്ള ഫ്രാഗ്രൻസ്. അതായത് നമ്മളൊരു പാർട്ടിയിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും എല്ലാവരും കോമൺ ആയിട്ട് അടിക്കുന്ന പെർഫ്യൂം അല്ലാതെ ഒരു വ്യത്യസ്തമായ പെർഫ്യൂം, എന്നാൽ ഒരു റിച്ച്നെസ് കിട്ടുന്നതായിട്ടുള്ള ഒരു വ്യത്യസ്തമായ പെർഫ്യൂം. അതാണ് ഞാൻ പാർട്ടി വെയർ എന്ന് കൂടുതലും ഉദ്ദേശിച്ചത്. അത്യാവശ്യം ഒരു 4-5 hours ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ആ ഒരു പാർട്ടിയുടെ തീരുന്നവരെയുള്ള ഒരു വൈബ് കിട്ടുന്ന രീതിയിലുള്ള പെർഫ്യൂംസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഒരു നീഷ് പെർഫ്യൂം തന്നെയാണ്. ഫെഡറിക് മാലിയുടെ പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്ന് പറയുന്ന പെർഫ്യൂം. അധികം ആളുകൾക്ക് അത്ര സുപരിചിതമായിട്ടുള്ളൊരു പെർഫ്യൂം ആയിരിക്കില്ല, കാരണം ഇതും ഒരു നീഷ് പെർഫ്യൂമാണ്. ഒരു ഭയങ്കര വെറൈറ്റി സ്മെല്ലാണ്. നമുക്ക് എന്താണ് അതിൻ്റെ സ്മെല്ലെന്ന് എനിക്ക് പറഞ്ഞു തരാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം മറ്റ് പെർഫ്യൂമുകളിൽ ഈ മണമില്ല എന്ന് എനിക്കൊരു വാക്ക് പറയാം. ഇത് വരുന്നത് ശരിക്കും ടർക്കിഷ് റോസാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ടർക്കിഷ് റോസും പച്ചോളി, ടർക്കിഷ് റോസിൻ്റെ ആ സുഖവും പച്ചോളിയുടെ ഒരു ലെതറി സ്മെല്ലും ബ്ലാക്ക് കറണ്ടിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും, ഇത് മൂന്നും കൂടി വരുന്ന ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആണ് വരുന്നത്. ഒരു ഡിഫറെൻറ്റ് ഫ്രാഗ്രൻസ് ആണ്. അതാണ് പോർട്രേറ്റ് ഓഫ് എ ലേഡി, ഫെഡറിക് മാലി എന്ന് പറഞ്ഞ കമ്പനിയുടെ പോർട്രേറ്റ് ഓഫ് എ ലേഡി. അതാണ് ഒന്ന് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് സാറയുടെ പെർഫ്യൂമാണ്. സാറയുടെ പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സാറയ്ക്ക് ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്. ഒരു സ്പാനിഷ് കമ്പനിയാണ് സാറ. സാറയുടെ പെർഫ്യൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് മറ്റുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള പെർഫ്യൂംസ് ഉണ്ടല്ലോ, അതിനെ ക്ലോൺ ചെയ്യുക ചെയ്യുന്നത്. അതിന് സിമിലർ നോട്ട്സിന് ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അവർ പെർഫ്യൂംസ് ഇറക്കും. ഏതാണ്ട് ഒരു 100-ൽ മേലെ പെർഫ്യൂംസ് സാറയ്ക്കുണ്ട്. അവരുടെ റെഡ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നൊരു പെർഫ്യൂം, ശരിക്കും പറഞ്ഞാൽ അതും ഒരു നീഷ് പെർഫ്യൂം ആയിട്ടുള്ള ബെക്കാറ റോഷിൻ്റെ പെർഫ്യൂമാണ്. അതിനെ ക്ലോൺ ചെയ്തിരിക്കുന്നതാണ് ആക്ച്വലി. ബെക്കാറ റോഷ് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അതൊരു ഫ്യൂഷനാണ് ആക്ച്വലി. അറബിക് പെർഫ്യൂംസിൻ്റെയും ഫ്രഞ്ച് പെർഫ്യൂംസിൻ്റെയും ഒരു ഫ്യൂഷനാണ്. സഫ്രോണ്, ജാസ്മിൻ, പച്ചോളി, ആംബർ, പ്രോലൈൻ അതൊക്കെ കൂടി ചേർന്ന് വരുന്ന ഒരു കമ്പൈൻഡ് ആയിട്ട് വരുന്നൊരു, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു അറബിക് ടച്ചും ഒരു ഫ്രഞ്ച് ടച്ചും കൂടി ഒരുമിച്ച് വരുന്നതാണ്. ഈ പ്രോലൈൻ എന്ന് പറയുന്ന ഒരു എല്ലാവർക്കും പരിചയം ഉണ്ടാകാൻ വഴിയില്ല, ഞാൻ അതൊന്നും കൂടി ഒന്ന് നോട്ട് ചെയ്തോട്ടെ. പ്രോലൈൻ മിക്കവാറും ഉള്ള പെർഫ്യൂംസിലൊക്കെ ഉണ്ട്. സ്വീറ്റ്നെസ് കൊടുക്കുന്നതാണ് മെയിൻലി. പെർഫ്യൂംസിൽ സ്വീറ്റ്നെസ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് പ്രോലൈൻ. നമ്മൾ മാൻമെയ്ഡ് ആയിട്ടുള്ള ഐറ്റമാണ്. നട്ട്സ്, നമ്മുടെ കപ്പലണ്ടി, ബദാം, അങ്ങനെയൊക്കെയുള്ള ഷുഗറിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ഘടകമാണ്. ചോക്ലേറ്റിൽ യൂസ് ചെയ്യുന്നതാണ് സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും ചെറിയൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടും ചോക്ലേറ്റിൽ യൂസ് ചെയ്യുന്ന ഐറ്റമാണ് ഈ പ്രോലൈൻ എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ അകത്ത് നല്ലോണം ഉണ്ട്. ഈ സാറയുടെ റെഡ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്ന പെർഫ്യൂം, അതാണ് 2ാം സ്ഥാനത്ത് വരുന്നത്. 3ാം സ്ഥാനത്തേക്ക് വരുന്നത് ലാംകോമിൻ്റെ ഊദ് ബോങ്കറ്റ് എന്ന് പറയുന്നൊരു പെർഫ്യൂമാണ്. ഒരു ഊദ് ബേസ്ഡാണ്, ഒരു നല്ല വാം റിച്ച് ഊദ്. ആ വാം റിച്ച് ഊതിൻ്റെ കൂടെ റോസിൻ്റെ സ്മെല്ലും ഈ പ്രോലൈൻ്റെ സ്മെല്ലും കൂടി വരുന്ന അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഊദ് ബോങ്കറ്റ് എന്ന് പറയുന്നത്. ലാംകോം അതും ഒരു ലേഡീസിൻ്റെ ഒരു ബ്രാൻഡാണ്. കൂടുതലും അവരുടെ പെർഫ്യൂംസ് എല്ലാം ലേഡീസ് പെർഫ്യൂംസ് ആണ് കൂടുതലും. മെൻസ് പെർഫ്യൂം ഉണ്ട്, പക്ഷേ വളരെ കുറവാണ്. കൂടുതലും ഇതാണ്. അതാണ് 3ാം സ്ഥാനത്ത് വരുന്നത്. 4ാം സ്ഥാനത്ത് വരുന്ന YSLൻ്റെ ലിബ്ര ഇൻറ്റൻസ് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഈ അടുത്തിടെ ഞാൻ അതിനൊരു അവാർഡ് കിട്ടിയതായിട്ട് കണ്ടു. ഫ്രാഗ്രൻസ് സ്റ്റിക്ക സൈറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പെർഫ്യൂംസിനെ പറ്റി കൂടുതൽ വിശകലനം ചെയ്യുന്നൊരു സൈറ്റാണ്. പെർഫ്യൂംസിനെ പറ്റി മാത്രം സംസാരിക്കുന്ന ഒരു സൈറ്റാണ് ഫ്രാഗ്രൻസ് സ്റ്റിക്ക. അവർ കൊടുത്തിരിക്കുന്ന ആണുങ്ങൾ ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളുടെ പെർഫ്യൂം അങ്ങനത്തെ ഒരു അവാർഡാണ് അതിനുള്ള. ആണുങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പെണ്ണുങ്ങളുടെ പെർഫ്യൂം. സോ ഇപ്പോൾ ലേഡീസ് നോട്ട് ചെയ്യുക, ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളുടെ പെർഫ്യൂം ലിബ്ര ഇൻറ്റൻസ് YSLൻ്റെ, അതാണ് 4ാമതായിട്ട് വരുന്നത്. 5ാമതായിട്ട് വരുന്നത് കയാലിയുടെ വാനില ക്യാൻഡി എന്ന് പറയുന്ന പെർഫ്യൂം. വാനില ക്യാൻഡി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാനിലയുടെ ഒരു ക്രീം വാനിലയുടെ സ്മെല്ലും
ഒരു കാരമലിൻ്റെ സ്മെല്ലും കൂടിയുള്ള ഒരു മിക്സാണ്. ഇത് 5 പെർഫ്യൂമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് പാർട്ടി വെയറിന് സുന്ദരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്താ പറയുക, ഒരു വെറൈറ്റി സ്മെല്ലാണ്. കോമൺ ആയിട്ട് കാണുന്ന എല്ലാ പെർഫ്യൂംസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്മെല്ലാണ് ഇതിൽ വരിക. നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം ഇൻസ്പയർഡ് വെർഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പിൽ. ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ.